താലൂക്കിന്റെ ഭരണ കേന്ദ്രമാണ് പൊന്നാനി സിവിൽ സ്റ്റേഷൻ. പാലോളിയുടെ കാലത്ത് പ്രവർത്തനം ആരംഭിച്ച പൊന്നാനി മിനി സിവിൽ സ്റ്റേഷൻ വിപുലീകരണത്തിനും അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും 10 കോടി രൂപ മുതൽ മുടക്കിൽ പുതിയ കെട്ടിടം കൂടി ഉയരുകയാണ്. 1997.39 ചതുരശ്ര വിസ്തൃതിയിൽ 3 നിലകളോട് കൂടിയ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ സബ് ട്രഷറി, വില്ലേജ് ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസ്, ഇറിഗേഷൻ ഓഫീസ്, വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസ് തുടങ്ങിയ സർക്കാർ കാര്യാലയങ്ങൾ ഒരു കുടക്കീഴിൽ എന്ന പോലെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിക്കും. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ലിഫ്റ്റ് സംവിധാനം സഹിതം ഈ കെട്ടിടം പൂർത്തിയായാൽ നിലവിലെ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാനായി കണക്ഷൻ ബ്രിഡ്ജ് സംവിധാനവും ഏർപ്പെടുത്തും. ഇതോടുകൂടി താലൂക്കിന്റെ ഭരണകാര്യ നിർവഹണങ്ങൾ എല്ലാം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങൾക്ക് ആകെ പ്രാപ്യമാകും. കൂടാതെ വിവിധ സർക്കാർ കാര്യാലയങ്ങൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് ഒഴിവാക്കാനുമാകും. അടിസ്ഥാന വികസന ക്ഷേമ സേവന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും കൂടുതൽ സൗകര്യപ്രദമാക്കാനും നടന്ന നിരവധി ശ്രമങ്ങളിലെ മറ്റൊരു മകുടോദാഹരണമാണ് പൊന്നാനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടം. ജനതയുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ രാപ്പകലില്ലാതെ സേവനത്തിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനത്തിന് നിലവിലുള്ള കെട്ടിടത്തിന്റെ അസൗകര്യങ്ങളും പരിമിതിയും ഒരു വെല്ലുവിളിയായിരുന്നു. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് പി നന്ദകുമാർ MLA പ്രത്യേകം ഇടപെട്ടു. 2025-26 ബഡ്ജറ്റിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയായി. 2.5 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ പൊന്നാനിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം കൂടുതൽ മികവുറ്റതാകും.